മലപ്പുറം വാഴക്കാട് ലഹരി കേസിൽ ഒമാനിൽ നിന്ന് MDMA എത്തിച്ചത് പാൽപ്പൊടി പാക്കറ്റിൽ. മുഹമ്മദ് ഷബീബിന്റെ നിർദ്ദേശപ്രകാരം ചെമ്മാട് സ്വദേശി അബുത്വാഹിർ എന്നയാളാണ് ലഹരി എത്തിച്ചതെന്ന് അറിയുന്നു. 2 നടിമാർക്ക് ലഹരി നൽകാൻ വേണ്ടിയാണ് ഷബീബ് കാത്തിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാനുണ്ട്. വിപിൻ, ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയമാകുമ്പോൾ ലഹരിക്കടത്ത് സ്വാഭാവികമായി പല സന്ദർഭങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. ഈ വാഴക്കാട് ലഹരി കേസിൽ പിടികൂടിയത് ഒമാനിൽ നിന്ന് MDMA എത്തിച്ചത് പാൽപ്പൊടി പാക്കറ്റിലാണെന്നൊക്കെ അറിയുന്നു. അത് 2 ചലച്ചിത്ര നടിമാർക്ക് നൽകാൻ വേണ്ടിയാണെന്നുള്ള സൂചനകളും വരുന്നുണ്ടല്ലോ. എന്താണ് പോലീസ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വാഴക്കാട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ വെച്ച് ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതി മുഹമ്മദ് ഷബീബിനെ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ രാത്രിയാണ് ഈ കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലുള്ള 5 സ്റ്റാർ ഹോട്ടലിന്റെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് ഷിഫ്റ്റ് കാറിൽ മുഹമ്മദ് ഷബീബ് പിടിയിലാവുന്നത്. കയ്യിൽ 510 ഗ്രാം MDMA ആണ് ഉണ്ടായിരുന്നത്. 1/2 കിലോയിലധികം MDMA-യുമായി പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ മൊഴിയാണ് 2 സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് താനിത് കാത്തുനിന്നത്, അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് കാത്തുനിന്നത് എന്നുള്ളതാണ് മുഹമ്മദ് ഷബീബിന്റെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു മൊഴി. അവർ എറണാകുളത്ത് നിന്ന് വരും എന്നുള്ള വിവരവുമാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഷിഫ്റ്റ് കാറിലാണ് ഈ MDMA കടത്തിയിരുന്നത്. അപ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അവിടെ എത്തുകയും ഈ പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ MDMA പിടിച്ചു. അപ്പോൾ ഒരുപാട് നേരമായി തന്നെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മുഹമ്മദ് ഷബീബ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നടിമാർക്ക് വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ ചോദ്യം ചെയ്യലാണ് ഉള്ളിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ന്യൂ ഇയർ വരികയാണ്, ക്രിസ്മസ് വരികയാണ്. അപ്പോൾ ഈ ചലച്ചിത്ര നടിമാർ ആരാണെന്നോ അല്ലെങ്കിൽ ആർക്കാണോ താനിത് കൈമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും ഇത് കൊടുത്തയാൾ ഒരു വ്യക്തത ഷബീബിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 സ്ത്രീകൾ വരും, അവർ നടിമാരാണ്, അവർക്കിത് കൊടുക്കണം എന്നുള്ള വിവരം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒമാനിൽ നിന്നാണ് ഈ MDMA വന്നിട്ടുള്ളത്. ഇന്നലെയാണ് അത് ഒമാനിൽ നിന്ന് വന്നത്. ഒമാനിൽ നിന്ന് വന്നപ്പോൾ തന്നെ അത് പാൽപ്പൊടി പാക്കറ്റിൽ താഴ്ത്തിയാണ് അത് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടത്തിയത്. അവിടെ നിന്നും അത് ഷബീബിന് കൈമാറുകയായിരുന്നു. ഷബീബിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇത് ഇപ്പോൾ ഈ ചലച്ചിത്ര മേഖലയിലേക്ക് കൊടുക്കാൻ തയ്യാറായത് എന്നുള്ളതുമാണ് പുറത്തുവരുന്ന വിവരം. കൂടുതലായിട്ടുള്ള പരിശോധനകളും ചോദ്യം ചെയ്യലും കഴിയുമ്പോൾ മാത്രമാണ് ഇതിന്റെ ലഹരി കണ്ണികൾ എവിടെ നിന്ന് എവിടേക്ക് നീളുന്നതാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ ആ വിവരങ്ങൾ നൽകിയത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന്.